ഹലോ എവരി വൺ. സോ നമ്മുടെ MTSE ഫസ്റ്റ് ലെവലായി കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെവലിലോട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ലെവലൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെവലിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതുമായിട്ടുള്ള തിയറിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, എന്തായാലും സെക്കൻഡ് ലെവലിലോട്ട് പോകുമ്പോൾ പുതിയ ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മളിതുവരെ പഠിക്കാത്ത തിയറികളോ ഒന്നുമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ തന്നെ അഡ്വാൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ദ നെക്സ്റ്റ് ടേം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ആക്ച്വലി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് പേപ്പറിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഓക്കെ, എസ് അല്ല എക്സ് ആണ് വരേണ്ടത്. എനിവേ ദ നെക്സ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 18, സ്ക്വയർ റൂട്ട് ഓഫ് 50, സ്ക്വയർ റൂട്ട് ഓഫ് 98 എക്സെട്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 18 എന്ന് പറയുമ്പോൾ ഇയാളെ നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തുകൂടെ? അത് സ്ക്വയർ റൂട്ട് ഓഫ് 9 × 2 എന്നാക്കിക്കൂടെ? ആ 9നെ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 ആയിട്ട് മാറും. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പോൾ 3√2 എന്നുള്ള രീതിയിൽ സ്ക്വയർ റൂട്ട് ഓഫ് 18 നമുക്ക് മാറ്റാം. സിമിലർലി സ്ക്വയർ റൂട്ട് ഓഫ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയും നമുക്ക് മാറ്റാൻ പറ്റും. സ്ക്വയർ റൂട്ട് ഓഫ് 25 × 2 ആണ് അല്ലേ? 25 × 2 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 5 ആണ്. ബാക്കി 5√2 ഉണ്ടാവും, 5√2. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 98 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഗെയിൻ സിമിലർ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. 98നെ നമുക്ക് 49 × 2 നോക്കിക്കൂടെ? 49 സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ 7 ആയിട്ട് മാറും. സോ 7√2 എന്നുള്ള രീതിയിൽ മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്ക്വയർ റൂട്ട് ഓഫ് 18, സ്ക്വയർ റൂട്ട് ഓഫ് 50, സ്ക്വയർ റൂട്ട് ഓഫ് 98, എന്നിങ്ങനെ പോകുന്ന ആ ഒരു സീരീസിനെ തന്നെ നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റാം. 3√2, 5√2, 7√2 എന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരേണ്ടത് ആരാണ്? 3 + 2 5 ആണ്, +2 7 ആണ്. അതിന് കൂടെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 9√2 എന്നുള്ള ആളാണ് നെക്സ്റ്റ് വരേണ്ട ടേം. 9√2 എന്ന് പറയുമ്പോൾ അയാൾ നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ റിവേഴ്സ് പാനറിൽ ചെയ്യുകയാണെങ്കിൽ 9നെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റുമ്പോൾ 9ൻ്റെ സ്ക്വയർ ആക്കണം അല്ലേ? അപ്പോൾ 9ൻ്റെ സ്ക്വയർ 81 ആണ്. ആ 2 അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 81 × 2 എന്നാവും. ദാറ്റ് മീൻസ് 81 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 162. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, ബാക്കി നെക്സ്റ്റ് ടേം കാണുക എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള പരിപാടി. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the common difference of AP is 7, then A25 minus A21 is equal to. ഓക്കെ, അപ്പോൾ ഒരു AP കോമൺ ഡിഫറൻസ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞത് A25 എന്ന് വെച്ചാൽ 25th ടേമിൽ നിന്ന് 21st ടേം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ സീരീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, 21st ടേം, 22nd, 23rd, 24th ആൻഡ് 25th ഇങ്ങനെയല്ലേ ടേംസ് ഉണ്ടാവുക. അപ്പോൾ 21st ടേമിൻ്റെ കൂടെ 1 2 3 4 കോമൺ ഡിഫറൻസുകൾ ആഡ് ചെയ്യുമ്പോഴല്ലേ 25th ടേം കിട്ടുക. അപ്പോൾ 21st ടേമിൻ്റെ കൂടെ 4 കോമൺ ഡിഫറൻസുകൾ ആഡ് ചെയ്യുമ്പോൾ 4D ആഡ് ചെയ്യുമ്പോഴാണ് 25th ടേം കിട്ടുക. അപ്പോൾ 4 കോമൺ ഡിഫറൻസ് അവിടെ നിർത്തിയാൽ 25th ടേം അവിടെ ഉണ്ട്. 21st ടേമിനെ റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -21st ടേം എന്ന് വരും അല്ലേ? അപ്പോൾ 25th ടേമിൽ നിന്ന് 21st ടേം സബ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്തിന് ഈക്വലാണ്? 4 × കോമൺ ഡിഫറൻസിന് ഈക്വൽ ആണ്. ബിക്കോസ് ഈ 21st ടേമിൻ്റെ കൂടെ 4 കോമൺ ഡിഫറൻസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് 25th കിട്ടുക. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 × D എന്ന് പറഞ്ഞാൽ 4 × 7 ദാറ്റ്സ് ഈക്വൽ ടു 28. അപ്പോൾ ആൻസർ എന്താ വരിക? 28. ഓപ്ഷൻ ഡി ആണ് ആൻസർ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. The sum of first n even natural numbers is. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഇവരുടെയൊക്കെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n+1 ആണ്. നിങ്ങൾക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ അത് n × n+1/2 ആണ്. n × n+1/2 ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് n² ആണ്. ഓക്കെ, ഇത് ബാക്കിയുള്ള 2 കേസ്. പക്ഷേ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n × n+1 ആണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതിലുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിച്ച് നോക്ക്. n × n n² ആണ്. n × 1 n ആണ്. സോ n² + n അതില്ലേ? ഉണ്ട്. ആരാണ്? ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ. ആ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കൊടുത്തതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. If k, 2k and 2k + 1 are 3 consecutive terms of an arithmetic sequence, the value of k is. ഇതും സിമ്പിൾ പരിപാടിയാണ്.
3 ടേംസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു എ പിയിലുള്ള അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 പേര് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ വരുന്ന ടേമാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ടേംസ് ആരൊക്കെയാ? കെ, 2k - 1 ആൻഡ് 2k + 1. ഫസ്റ്റ് ടേം അതുപോലെ തന്നെ ലാസ്റ്റ് ടേം, അതായത് തേർഡ് ടേം, ഇവ രണ്ട് പേരുടെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 2k + 1 ഡിവൈഡ് ബൈ 2, അതാണ് അവരുടെ ആവറേജ്. അതെന്തായിരിക്കും? അവരുടെ സെൻട്രൽ വരുന്ന 2k - 1 ആയിരിക്കും. മനസ്സിലായോ? ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ ആൻസർ കിട്ടി. ന്യൂമറേറ്റർ കെയും 2kയും കൂടി ആഡ് ചെയ്താൽ 3k + 1 ഇസ് ഈക്വൽ ടു, ഈ 2നെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ 2 × 2k - 1 എന്ന് വരും. സോ 3k + 1 ഇസ് ഈക്വൽ ടു 2 × 2k 4k, 2 × -1 -2. സോ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 4k ഇവിടെയുണ്ട്, ഇവിടെയുള്ള 3k അങ്ങോട്ട് കൊണ്ടുപോയാൽ -3k ആയിട്ട് മാറും. ഈ 1 ഇവിടെയുണ്ട്, ഈ -2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? +2 ആയിട്ട് മാറും. സോ 1 + 2 3 ആണ്, 4k - 3k k ആണ്. സോ കെയുടെ വാല്യൂ എത്ര വരിക? അപ്പോൾ 3 എന്നുള്ളതാണ് ആൻസർ വരിക. കെയുടെ വാല്യൂ 3. ബാക്കിയൊക്കെ സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ റീഅറേഞ്ച്മെൻ്റ് ആണ്, വേറെ ഒന്നുമില്ല. റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. 3 ടേംസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ് വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ അഥവാ അവരുടെ ആവറേജ് കണ്ടാൽ സെക്കൻഡ് ടേം അല്ലെങ്കിൽ സെൻട്രൽ വരുന്ന ടേം കിട്ടും. റെഡി? അടുത്ത്, which term of the AP 21, 42, 63, 84 etc. is 210? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എ പി തന്നിട്ടുണ്ട്. എ പിയുടെ ഫസ്റ്റ് ടേം 21 ആണ് അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വലി നൊട്ടേഷൻ ഏത് കൊടുക്കാം, അല്ലെങ്കിൽ എഫ് കൊടുക്കാം, എന്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം 21 ആണ്. അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? നിങ്ങൾ നോക്കിയേ, 21 42 ആവണമെങ്കിൽ 21ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കൊടുത്ത്? അതും 21 തന്നെയാണ്. കോമൺ ഡിഫറൻസ് 21 ആണ്. അപ്പോൾ അതിലുള്ള ഏതോ ഒരു ടേം ആണ് 210. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് a + n - 1d ഇസ് ഈക്വൽ ടു 210 ആണ്. ഏതൊരു ടേം ആണ് 210. അപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 21 ആണ്, പ്ലസ് n - 1d, d എന്ന് പറഞ്ഞാൽ 21 ആണ്, ഇസ് ഈക്വൽ ടു ഈ 210നെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് അല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും, പറ്റില്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് ഈ 210 എന്നുള്ളതിനെ ഞാൻ 21 × 10 ആക്കാം അല്ലേ? അപ്പോൾ എല്ലാ ടേംസിലും ഒരു 21 ഉണ്ട്, ആ 21 ഒഴിവാക്കാം അല്ലേ? ഇവിടുന്ന് 21 ഉണ്ട്, ഇവിടെ 21 ഉണ്ട്, ഇവിടെ 21 ഉണ്ട്, എല്ലാവരും 21 കട്ട് ചെയ്തു. ബാക്കി ഈ 21 പോയാൽ ബാക്കി 1 ഉണ്ടാവുള്ളൂ. പ്ലസ് പിന്നെ ഇവിടെ ആരുണ്ട്? n - 1 ഉണ്ട്, ഇസ് ഈക്വൽ ടു 10 ആണ്. 1ഉം -1ഉം കട്ടായി, ബാക്കി n മാത്രം, n ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂഷ്വലി ചെയ്യുന്ന പോലെ ഇവരെല്ലാവരും ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി റീഅറേഞ്ച് ചെയ്ത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടും. 10 എന്ന് പറയുന്ന സെയിം വാല്യൂ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. യെസ്, സോ ഓപ്ഷൻ ബി 10th ടേം ആണ്. റെഡി? അടുത്തത്, എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് സൊല്യൂഷൻസ് ആർ അല്ലെങ്കിൽ സീറോസ് ആർ -3 and 4 ഈസ്. ഇവിടെ നിങ്ങൾക്ക് 4 ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആക്കി മാറ്റാൻ പറ്റുന്ന ആൾക്കാർ തന്നിട്ടുണ്ട്. അവരിൽ ആരുടെയൊക്കെ സൊല്യൂഷനാണ് -3ഉം 4ഉം എന്നാണ്. അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ കാണാം. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക? -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. -3ഉം 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂ 0 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു പരിപാടിയുണ്ട്. സൊല്യൂഷൻസ് ആൽഫയും ബീറ്റ ആണെങ്കിൽ ആൽഫ + ബീറ്റ ഇസ് ഈക്വൽ ടു -b/a ആണ്, ആൽഫ × ബീറ്റ ഇസ് ഈക്വൽ ടു c/a ആണ്. ഓക്കെ, എന്താ എയും ബിയും സി ഒക്കെ? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻസ് ആണ്. ax² + bx + c ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ അതിലുള്ള x² കോഎഫിഷ്യൻ ആണ് a, എക്സിൻ്റെ കോഎഫിഷ്യൻ ആണ് b, കോൺസ്റ്റന്റ് ടേം ആണ് c. റെഡി അല്ലേ? ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ചെയ്യുക. ഈ ഐഡിയ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഇക്വേഷൻസിൽ എക്സിന് -3ഉം എക്സിന് 4ഉം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ വാല്യൂ 0 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ ആർക്കും ചെയ്തു നോക്കാം, നിങ്ങൾക്ക് ചെയ്തു നോക്കാം, കുഴപ്പമില്ല. ഈ ഒരു മെത്തേഡും കൂടെ ഞാൻ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ 3 ആണ്, സോറി -3 ആണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ -3 + 4 അഥവാ 1 ആണ്. ആൽഫ × ബീറ്റ എന്ന് പറഞ്ഞാൽ -3 × 4 ആണ്, അഥവാ -12 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന ആൻസർ -b/a ചെയ്യുമ്പോൾ 1ഉം c/a ചെയ്യുമ്പോൾ -12ഉം കിട്ടുന്നത് ആരാന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് തന്നിട്ടുള്ള ആളിലെ ഫസ്റ്റ് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ -1 ആണ്, സി എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ -b/a എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടുത്തെ എ
1 ആണ്, ബി എന്ന് പറഞ്ഞാൽ -1 ആണ്, സി 12 ആണ്. അപ്പോൾ -b/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ മൈനസ് ഓഫ്, ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ -1 ആണ്, ബൈ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. -1 1/1 ആൻസർ എന്ത് കിട്ടുന്നുണ്ട്, 1 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ കൂടി നോക്കണം. c/a, സി എന്ന് പറഞ്ഞാൽ 12 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ c/a എന്താ കിട്ടുക, c/a is equal to 12/1 is equal to 12 ആണ് കിട്ടുക. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് ആരാ, -12 ആ, അവിടെ ഉണ്ടോ ഇല്ല. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്തല്ല, കറക്റ്റ് അല്ല, റോങ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും വരില്ല, കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ 1 അല്ല വരേണ്ടത്, -1 ആണ് വരേണ്ടത്. കണ്ടോ, ഇവിടെ നമ്മൾ -1 വന്നപ്പോഴാണ് നമുക്ക് -b/a കറക്റ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇയാളും ആവില്ല. ഓക്കെ, പിന്നെ ഇയാളും ആവില്ല, ഡി ഓപ്ഷൻ ആവില്ല. കാരണം എന്താ, ഇവിടെ -b/a എന്ന് പറഞ്ഞാൽ -2/2 -1 അതും ആവില്ല. പിന്നെ ഓപ്ഷൻ ആരാ, സി ആണ്. സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെ സി വന്നത്, സെയിം പരിപാടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. -b/a, ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ ആരാ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ബി എന്ന് പറയാറുള്ളത്. എക്സിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ -1/2 ആണ്, 1 അല്ല, -1 അല്ല, -1/2 അല്ലേ. നിങ്ങൾ നോക്കിയേ, മൈനസും ഉണ്ട് /2 ഉണ്ട്, അപ്പോൾ -1/2. അപ്പോൾ മൈനസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ -1/2 ആണ്, ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ എ എന്ന് പറയുന്നത്. അത് എത്രയാ, എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 1/2 എന്ന് വരും, 1/2. അപ്പോൾ എന്ത് സംഭവിക്കുക, -1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ബൈ 1/2, 1/2 ആൻസർ 1 കിട്ടും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ത് കിട്ടണം, c/a കിട്ടണം. c/a നോക്കാം, ഇവിടുത്തെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, സി -6 ആ, -6. അപ്പോൾ c/a കാണുകയാണെങ്കിൽ c/a -6 ബൈ എ എന്താ 1/2, എന്താ വരിക, -6/1/2 എന്ന് പറഞ്ഞാൽ ആ 1/2ൻ്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -6 ഇൻറ്റു 2/1 എന്നുള്ള രീതിയിൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -6 ഇൻറ്റു 2 -12 എന്ന് വരും, -12. കണ്ടോ, കിട്ടുന്നുണ്ട് അല്ലേ, -12 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്സിലൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് വെച്ചാൽ മിക്കപ്പോഴും ഒരു നാഷണൽ ലെവലിലുള്ള എക്സാമുകളിലൊക്കെ ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ NCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ആൽഫയും ബീറ്റയും വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ കോഎഫിഷ്യൻസും അതിലുള്ള സൊല്യൂഷൻസും വെച്ചുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെയും സൊല്യൂഷൻസിൻ്റെ സം എന്ന് പറഞ്ഞാൽ -b/a ഈക്വൽ ആണ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c/a ഈക്വൽ ആണ്. എന്താ എ, എന്താണ് ബി, എന്താണ് സി. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി, അവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേമാണ് സി. അതാണ് ax² + bx + c. ഈ റിലേഷൻ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ. One is asked to say 2-digit number. What is the probability of it being a perfect square? ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ അതിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള ചാൻസ് എത്രയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2-digit നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുക, 10, 11 എന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് 19 ആണ് വരാൻ 2-digit നമ്പേഴ്സ്. അപ്പോൾ എത്ര പേരുണ്ട്, 90 നമ്പേഴ്സാണ്. 90 നമ്പേഴ്സ്, കാരണം 1 മുതൽ 100 വരെ, 1 മുതൽ 99 വരെ 99 നമ്പേഴ്സാണ്. പക്ഷേ 1 മുതൽ 9 വരെയുള്ളത് സിംഗിൾ ഡിജിറ്റാണ്. അപ്പോൾ 9 ആളുകൾ ഒഴിവാക്കണം. 99 9 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 90 ഉണ്ടാവുക. അപ്പോൾ 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്, 90 നമ്പേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ആരാ, പ്രോബിലിറ്റി നമ്മൾ എടുക്കുന്ന ആരെയാണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 2-digit നമ്പേഴ്സ് ആവുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരാ, 2-digit നമ്പേഴ്സ് ആവുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 1² 1 പറ്റുമോ, ഇല്ല. 2² 4 പറ്റുമോ, ഇല്ല. 3² 9 ആണ്, സിംഗിൾ ഡിജിറ്റാണ്. 4² എന്താ, 16, അത് പോസിബിളാണ്. 5² 25, 6² 36, 7² 49, 8² 64, 9² 81, 10² 100, അത് പറ്റുമോ, ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 1 2 3 4 5 6 ആളുകളാണ് നമുക്ക് വേണ്ട ആളുകളുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 90 ആളുകളുള്ളതിൽ നമുക്ക് വേണ്ടത് 6 ആളുകളാണ്. സോ 6/90 നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേരെയും എന്ത് ചെയ്യാം, 6 വെച്ച് കട്ട് ചെയ്യാം. 6ൽ ഒരു 6 ആണുള്ളത്, 90ൽ 15 ടൈംസ് ആണ് 6 ഉള്ളത്. സോ 1/15 എന്നുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ പരിപാടി അല്ലേ, റെഡി, യെസ്. അടുത്ത്, എ ഡൈ ഈസ് ത്രോൺ വൺസ്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 3 or 4. ഒരു ഡൈ ഇടുന്ന സമയത്ത് 3 or 4 കിട്ടാനുള്ള പ്രോബിലിറ്റി. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇതിൽ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ 6 ഔട്ട്കംസിൽ നമുക്ക് വേണ്ടത് 3 or 4 ആണ്. അപ്പോൾ 2 പോസിബിലിറ്റി, 2 ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2/6 ആണ്, അഥവാ സിംപ്ലിഫൈ ചെയ്താൽ 1/3 എന്ന് വരും. 1/3 അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. റെഡി,
അടുത്ത്, one is asked to say a 3-digit number. What is the probability that all the digits of the numbers are same? അപ്പോൾ ഒരു 3-digit നമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ 100 മുതൽ 999 വരെയാണ് 3-digit നമ്പേഴ്സ് ഉള്ളത്. എത്ര നമ്പേഴ്സ് ഉണ്ടാവുക? 900 നമ്പേഴ്സ് അല്ലേ? കാരണം എന്താ, 1 മുതൽ 999 വരെ 999 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ 1 മുതൽ 99 വരെയുള്ള ആൾക്കാരെ ഒഴിവാക്കണം. അപ്പോൾ 999 99 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 900. ഇനി അതിൽ എല്ലാ ഡിജിറ്റ്സും സെയിം ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? 111, 222, 333 എന്നിങ്ങനെ പോയി 999 വരെയുള്ള ആൾക്കാർ. എത്ര പേരുണ്ടാവും? 9 ആളുകളുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 9/900. 2 9 വെച്ച് കട്ട് ചെയ്യാം. 9 ഒരു 9 ആണ്, 900 100 ടൈംസ് ആണ്. സോ 1/100. പക്ഷേ 1/100 ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കെന്ത് പറയാം? നൺ ഓഫ് ദീസ്. ക്ലിയർ അല്ലേ? സിമ്പിൾ. അടുത്ത്, സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 25/12. ഫൈൻഡ് ദ നമ്പർ. ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും സമ്മ് 25/12 ആണ്. അപ്പോൾ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ എക്സും അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 25/12. ഓക്കെ, രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x × x എന്ത് വരും? x² പ്ലസ് 1 × 1 1 ബൈ 1 × x ഇസ് ഈക്വൽ ടു 25/12 എന്ന് വരും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 × x² പ്ലസ് 1 ഇസ് ഈക്വൽ ടു 25x എന്ന് വരും. 12 × x² 12x², 12 × 1 12 ഇസ് ഈക്വൽ ടു 25x എന്ന് വരും. ഓക്കെ, സോ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 12x², ആ 25 ഇങ്ങോട്ട് കൊടുത്താൽ -25x പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമ്മുടെ -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് വേണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ x ഇസ് ഈക്വൽ ടു -b എന്ന് പറഞ്ഞാൽ b -25 ആ. -b എന്ന് പറയുമ്പോൾ -25 വരും. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് തിരിച്ച് വന്നാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് b², 25 സ്ക്വയർ 625 മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 × 12 × 12 അഥവാ 144 × 4 എന്ന് വരും. 4 × 4 16 1 16 17 1 4 5 576 എന്ന് വരും. ബൈ 2a 24. അപ്പോൾ 25 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് 576 സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരിക? 49 ബൈ 24. സോ ആൻസർ 25 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞാൽ 7 ആണ് ബൈ 24 എന്ന് വരും. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസാണ് ഉള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാവാം? എക്സിൻ്റെ വാല്യൂസ് ഒന്നെങ്കിൽ 25 + 7/24, 25 + 7/24, അല്ലെങ്കിൽ 25 - 7/24. 25 + 7 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ 32/24. രണ്ടിലും 8 കോമൺ ആണ്. 8 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 32ൽ 4 ടൈംസ് ആണ് 8, 24ൽ 3 ടൈംസ് ആണ്. 25 - 7/84. 25 - 7 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18/24. രണ്ടിലും 6 കോമൺ ആണ്. 18ൽ 3 ടൈംസ് ആണ് 6, 24ൽ 4 ടൈംസ് ആണ്. 3/4 അല്ലെങ്കിൽ 4/3. ആക്ച്വലി അവർ രണ്ടുപേരും റെസിപ്രോക്കൽ ആയതുകൊണ്ടാണ്. അതൊക്കെ എക്സിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ആൻസർ കിട്ടിയത്. അതുകൊണ്ടാണ് 4/3 3/4 എന്നുള്ള ആൻസർ വന്നത്. ഓപ്ഷൻ നോക്കുമ്പോൾ ആരാളുള്ളത്? യെസ്, 4/3 ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരിക? 4/3 ആണ് വരിക അല്ലേ? സിമ്പിൾ പരിപാടി. റെഡി അല്ലേ? യെസ്. അടുത്ത്, 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? 2 consecutive even numbers. അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ അയാളുടെ തൊട്ടടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ x + 2 അല്ലേ? കാരണം 2 ആണെങ്കിൽ അടുത്ത് വരുന്നത് 4 ആണ്. അതായത് 2 + 2 4 വരിക. 10 ആണെങ്കിൽ അടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ 12 ആണ്. 10 + 2 ആണ്. അപ്പോൾ എക്സ് ആണെങ്കിൽ അടുത്ത് വരുന്നത് x + 2 ആണ്. ഇനി എന്താ പറയുന്നത്? 1 added to the product of 2 consecutive even numbers. ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്? 289 കിട്ടി. അങ്ങനെയാണെങ്കിൽ x × x + 2 എന്താ? ആ 1 അങ്ങോട്ട് പോയാൽ സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. 289 നിന്ന് 1 പോയാൽ ബാക്കി 288 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ രണ്ട് ഈവൻ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? 288 കിട്ടണം. ഇനിയുള്ള പ്രോപ്പർ മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഇത് ബ്രാക്കറ്റ് പൊളിച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നോക്കിയാൽ മതി. ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 കിട്ടണം. അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 കിട്ടുക ആരാ നോക്കിയാൽ മതി. 18 × 20 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് ഡേറ്റ് 8 വരുമോ? ഇല്ല, ലാസ്റ്റ് ഡേറ്റ് 0 ആണ് വരിക. കാരണം 20 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് പോസിബിൾ അല്ല. 20 × 28 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ? ഇല്ല, അതിൽ ലാസ്റ്റ് ഡേറ്റ് 0 ആണ് വരുന്നത്. ബാക്കിയുള്ളത് 60 × 18 22 × 24 ആണ്. 60 × 18 ആയിരിക്കും ആൻസർ. കാരണം എന്താ?
22 × 24 വന്നാൽ 20 × 20 എന്ന് പറഞ്ഞാൽ തന്നെ 400 ആയി അല്ലേ? 20 × 20 എന്ന് പറഞ്ഞാൽ തന്നെ 400 ആയി. അപ്പോൾ 22 × 24 എന്തായാലും 400-നേക്കാളും മുകളിലുള്ള വാല്യൂ വരിക. പക്ഷേ നമുക്കിവിടെ 288 കിട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും ഇയാളും വരില്ല. അപ്പോൾ ഓപ്ഷൻ ആരാ വരിക? ഓപ്ഷൻ എ ആണ്. ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. 16 × 18 എന്താ വരിക? 6 × 8 48, ബാക്കി 4 ഉണ്ടാവും. 1 × 8 + 4 12 വരും. 16, സോ 882 അല്ലേ? 288 എന്നുള്ള ആൻസർ കിട്ടും. പക്ഷേ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളി ലോജിക് ഉപയോഗിച്ചിട്ട് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സ്റ്റേജ് 2 പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറികൾ തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക, അതിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോസിലായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.